ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം സുഖം തന്നെയല്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നിപ്പോൾ എടുക്കാൻ ഒരു തൊടുക്കൊക്കെ പോകണമെന്ന്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് പണിയുണ്ട് മക്കളെ. എനിക്കൊരു പ്രിയപ്പെട്ട എൻ്റെ ഒരു യൂട്യൂബറുമാണ്, എൻ്റെ ഒരു സബ്സ്ക്രൈബറുമാണ്. യൂട്യൂബറിൻ്റെ മുന്നേ എൻ്റെ സബ്സ്ക്രൈബറായിട്ടാണ് കേട്ടോ യൂട്യൂബറായിട്ടുള്ളത്. അപ്പോൾ അവർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചേമ്പ് ഒന്നിട്ട് പറിച്ചെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇവർ ട്രാക്ടറുമെന്നുള്ള വേസ്റ്റ് ചണ്ടിയും ചരക്കും എല്ലാം കൂടി ഇതിൻ്റെ മുരറ്റ് കണ്ട് വലിച്ചിട്ടേക്കണം. ഇനിയിപ്പോൾ നമ്മളൊന്ന് പറിച്ച് ഇളക്കി എടുക്കണം, എന്നാലേ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചേമ്പിൻ്റെ വിത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കുണം കിട്ടിയിട്ടുണ്ട്, ചേമ്പിൻ്റെ വിത്താകണ കാലമായിട്ടില്ല. അപ്പോൾ അങ്ങനെ വേസ്റ്റുകളെല്ലാം കൂടി ഇട്ടതുകൊണ്ട് ആ ചേമ്പിന് കുറച്ചൊരു വിത്ത് കിട്ടിയിട്ടാണ്. അപ്പോൾ ആ വിത്തും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയാണ്ട് ഞാൻ ചാക്കിലാക്കിയിട്ടുണ്ട്. അമ്മമാതിരി കുറച്ച് കർമ്മത്തി, കുമ്പളങ്ങ അങ്ങനത്തെ ഒക്കെ ഞാൻ ചാക്കിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ചേമ്പിന് ഇത്ര വിത്ത് കിട്ടി, അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് ചാക്കിൽ കെട്ടിയത്. എണ്ണിത്തണ്ട് ഇതൊക്കെ പറഞ്ഞ് ഈ ഫ്ലാറ്റിൽ അല്ല, അവരെ സ്വന്തം വീട് തന്നെയാണ്. അപ്പോൾ കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്ത സ്ഥലങ്ങളിലാവുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ കിട്ടുക വെച്ചാൽ ഭയങ്കര ഇതാണ്. അവർക്ക് അറിയില്ല കേട്ടോ, സർപ്രൈസ് ആയിട്ടാണ് ഞാൻ ഇത് കൊടുത്തിട്ടുള്ളത്. കർമ്മത്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് ചേമ്പിൻ്റെ തണ്ടും ഒക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് കൊടുത്തത്. ഇനി അവരെ വീട്ടിലൊക്കെ എത്തിയിട്ട് അവർക്കത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ചേമ്പും തണ്ടൊക്കെ എന്താവുമെന്ന് നമുക്കറിയില്ല. വേറെ ഉള്ളതിനൊന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇമ്മയാണ് വെച്ചെങ്കിൽ തലേന്ന് തന്നെ കുറച്ച് അച്ചപ്പം ചുട്ട് റെഡിയാക്കിയിട്ടുണ്ട്, അവർക്ക് പോകുമ്പോൾ കഴിക്കാൻ അറിയാണ്ട്. അപ്പോൾ ഇത് വാഴയ്ക്ക് വലിയ മൂപ്പൊന്നും എത്തിയിട്ടില്ല, കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഉണ്ട്. അപ്പോൾ നമ്മളാൽ കഴിയണത് നമുക്ക് കുറേശ്ശൊക്കെ കൊടുക്കുക എന്നുള്ള ഒരിതാണ്. അപ്പോൾ അച്ചപ്പം അതേമാതിരി കുറച്ച് നെയ്യപ്പമൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ചപ്പം ഇന്നലെ ചുട്ടെടുത്തു. നെയ്യപ്പാണെന്ന് വെച്ചെങ്കിൽ ഇന്ന് രാവിലെ ചുട്ട് ചൂടാറി ഇമ്മന്നെ അത് കവറിൽ പാക്ക് ചെയ്യാണ്. നല്ല ചൂടാറിയിട്ടുണ്ട്, ഫാനൊക്കെ ഇട്ട് ചൂടാറി മടിയിട്ട് അത്രക്കും ഇത് ചെയ്ത് കേട്ടോ അമ്മ. എന്നിട്ട് അവർക്ക് പിന്നെ നമ്മളെ വീട്ടിലേക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഇമ്മ അവരെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് എന്നെ തിരഞ്ഞു വരുമ്പോൾ പല്ലക്ക് റിസോർട്ടിൽ നിന്ന് തിരഞ്ഞു വരുന്ന സമയത്ത് ഇങ്ങളും കാക്കാൻ്റെ കൂടെ വരുകൊണ്ട് അപ്പോൾ അവരെ കാണാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇട്ട നമ്മൾ പിന്നെ ഉമ്മ തിരഞ്ഞെന്ന് അവരൊക്കെ കണ്ട് ഒക്കെ ഇതായിക്കാണ്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്കും തന്നെ നല്ല സന്തോഷമായി. വരാൻ സമയമില്ലാത്തത് കൊണ്ടാണെന്ന് വെച്ചാൽ അവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, വരാൻ സമയമില്ല, നമ്മൾക്ക് ഊഹിക്കാമല്ലോ. പിന്നെ അവർ രാത്രി അവിടെ എത്തിയപ്പോൾ തന്നെ 1 മണിക്ക് 10 മിനിറ്റുള്ള സമയത്താണ് അവർ പിന്നെ അവിടെ രാത്രി എത്തിയത്. അപ്പോൾ അവർ ഒരു ചാനലുണ്ട് കേട്ടോ, അപ്പൂസ് വേൾഡ് എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ ഒന്ന് കണ്ടുനോക്കൊണ്ട് ഈ ആമവാദത്തിനും ഇതിനൊക്കെ ഉള്ള ചികിത്സകളും കാര്യങ്ങൾക്കൊക്കെ അവർ മരുന്നില്ലാതെ എങ്ങനെയാണ് പറ്റുക എന്നുള്ളത് അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പൂസ് വേൾഡ് മറക്കണ്ട കേട്ടോ, അപ്പൂസ് വേൾഡ് എന്നുള്ള ചാനലിൽ കാണാൻ. അപ്പോൾ ഇതാണ് അപ്പൂസ് വേൾഡ്. നമ്മളെ ഈ ഫർദട്ട് ഇതിൽ നോക്കണില്ല, ഇതാണ് അപ്പൂസ് വേൾഡാണ് എൻ്റെ കൂടെ ഉള്ളത്. കണ്ണാട വെച്ചുകൊണ്ട് പിന്നെ മൊബൈലിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ആളാട്ടോ അപ്പൂസ് വേൾഡ്. അപ്പോൾ അത് നമ്മൾ പല്ലക്ക് റിസോർട്ടിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ പല്ലക്ക് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടുന്ന് ഒരു വാച്ച് തരും. വലിയ വിലപ്പെട്ടതാണ് ആ വാച്ച്. ഏതായാലും ആ വാച്ചൊക്കെ നമുക്ക് കെട്ടണം കേട്ടോ. അപ്പോൾ ആ വാച്ച് കെട്ടണമെങ്കിൽ വേറൊരാൾ കെട്ടിത്തരണം, അങ്ങനത്തെ ഒരിതുണ്ട്. നമുക്ക് സ്വയമായിട്ട് കെട്ടാൻ പറ്റില്ല. അവൻ വെച്ചാൽ ഒരു കയ്യിൽ നമുക്ക് വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വയമായിട്ട് വാച്ച് കെട്ടാൻ പറ്റില്ല. അപ്പോൾ വാച്ച് നമ്മളെ എത്രയാണ് അളവ് വെച്ചാൽ അങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ ഉണ്ട്. ആ സ്റ്റിക്കർ ചീന്തിക്കാണ്ടാണ്ട് കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളെ ചാനലിൻ്റെ പേര് പറയണം, നമ്മളെ പേര് പറയണം, നമുക്ക് എത്ര സബ്സ്ക്രൈബർ ഉണ്ട് എന്നൊക്കെ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെന്തിനാ വെച്ചാൽ നമുക്ക് പിന്നെ അവരെ ഒരു ഇതുണ്ട്, അവർ നമ്മളെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താനും ഇതിനൊക്കെ വേണ്ടിയിട്ട് അവരെ സെലക്ട് ചെയ്യണവരെ അവർ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെയൊക്കെ നടന്ന് കാണുകയാണ്. ഈ അവസരം ഒരു 9:30 മണിക്ക് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് 10 മണിക്കാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞല്ലോ. ആ പ്രോഗ്രാമിൻ്റെ മുന്നായിട്ട് നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാനുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങുകയാണ് കേട്ടോ. അവിടെ ചെറിയ ചെറിയ വില്ലകളൊക്കെ ഉണ്ട്, നല്ല സൗകര്യം, നല്ലതെന്ന് വെച്ചാൽ നമ്മളെ പണ്ട് കാലങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോവാം. അങ്ങനെ അവിടെ ചെന്നാൽ നമുക്ക് ആ ഒരു കാഴ്ചപ്പാടിലേക്കാണ് നമ്മൾ എത്തിപ്പെടുക കേട്ടോ. ഇതാണ് നമ്മൾ സ്റ്റേജും സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഉച്ചക്ക് ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വില്ലുണ്ട്. അപ്പോൾ ആ വില്ലിൻ്റെ അത് നമുക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. 2 ബെഡ്റൂമൊക്കെ ഉള്ള ഒരു വില്ലാണ്. 2 ബെഡ്റൂം, അതിന് 2 അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ.
വലിയൊരു ക്ലിയർ ഇല്ല എന്ന് വെച്ചാൽ ആ കർട്ടനും നമ്മൾ പൊന്തിച്ചാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ കണ്ട സമയത്താണ് കർട്ടനൊക്കെ പൊന്തിച്ചുകാണ്ട് നമുക്ക് ശരിയാക്കിയായിരുന്നു, വീഡിയോ ഒന്നും കൂടി സെറ്റാക്കിയായിരുന്നു എന്ന് തോന്നിയത്. അപ്പോൾ നമ്മൾ റംസാദ് സാറ് അടുത്തേക്ക് പോവുകയാണ്. ഇതാണ് റംസാദ് സാറ്, ഈ യൂട്യൂബിലുള്ള നമ്മളെല്ലാവരും സാറാട്ടാം. ചിലവർക്കൊക്കെ മൂപ്പര് മകനാകാനുള്ള പ്രായം ഉണ്ടാവുള്ളൂ. ഏതായാലും നമ്മൾ സാറ് നമ്മൾക്ക് സാറ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഒന്ന് കണ്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് സമയമാറായിട്ടുണ്ട്. അപ്പോൾ കുറേ യൂട്യൂബേഴ്സാണ് ഇവിടെ അധികം ഉള്ളത്. പക്ഷേ ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ചില വീഡിയോയിലൊന്നും എൻ്റെ മുഖം കാണിച്ചിട്ടല്ല. അപ്പോൾ നമ്മളെ പേര് പരിചയപ്പെടും, നമ്മളെ ചാനലിൻ്റെ പേര് ചോദിക്കും. അപ്പോൾ ചാനലിൻ്റെ പേര് ചോദിക്കുമ്പോഴാട്ടാ ഞങ്ങൾ നിങ്ങളെ വീഡിയോ കാണലുണ്ട് എന്നുള്ള ഇത് പറയില്ലേ. അപ്പോൾ ഇവിടെ ട്രോഫിയും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ പരിപാടി ഇതവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സ്പെഷ്യൽ ഗസ്റ്റിന് ഉള്ള ട്രോഫികളൊക്കെ ഇപ്പോൾ മുന്നിൽ വെച്ചേക്കാണ്. ഒരു പ്രോഗ്രാമിലുണ്ടാവും അല്ലേ, നമ്മളൊരു 10 എന്ന് പറഞ്ഞാൽ ഒരു 10:30 മലബാരി ടൈം എന്നാ പറയും. മലബാരി ടൈം എവിടെ നോക്കിയാലും 1 മണിക്കൂർ സ്ലോ ആയിരിക്കും അത്രേ. അതൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പം ഏതെങ്കിലും ഇത് 10:30 ഷാർപ്പ് തുടങ്ങുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു 10 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട് അല്ലേ, 10 കഴിഞ്ഞില്ലേ. വരുമ്പോഴൊക്കെ ഒരുപാട് ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. ഒരു ഭാര്യനെ ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഡിഫറെൻ്റായി ചെയ്യുവാണെങ്കിൽ സമൂഹത്തിൽ ഗുഡ് മോർണിംഗ്. എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, ഞാൻ റിഫിന നഷീദ്, ഒരു യൂട്യൂബ് ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. അപ്പോൾ ആദ്യം തന്നെ എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്ടേഴ്സ് ടീമിനോട് നന്ദി പറയാണ്. എൻ്റെ മുന്നിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എപ്പോഴെങ്കിലൊക്കെ ഫോട്ടോ എടുക്കാറുള്ളൂ. ഇനി അത് ഉണ്ടാക്കിയ ഒരു വീഡിയോ ഉണ്ട്, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അവസ്ഥയിൽ. ഇപ്പോൾ ഇത് നമ്മളെ ഫോട്ടോഗ്രാഫറാണ്, അപ്പോൾ കോട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഫോട്ടോ എങ്ങനെ എടുക്കുക എന്നുള്ള ഇതൊക്കെ പറഞ്ഞു തന്നതാണ് കേട്ടോ അവർ നമ്മളെ കോട്ടക്കൽ ഉള്ള ആളെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റിസോർട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒന്ന് ഫോട്ടോ എടുത്തു. അതിൻ്റെ ഇടയിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കലും, അപ്പോൾ അതിന് ആൻസർ പറഞ്ഞ ആൾക്കാർക്ക് മെസ്സേജ് അയക്കുക. ആൻസർ പറയില്ല, മൂപ്പര നമ്പർ നമ്മളെ ഫോണിൽ ആക്കുക എന്നാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ അതിലേക്ക് നമ്പർ സേവ് ചെയ്ത് നമ്മൾ ഇതുവരെ കേട്ടതിൽ നമുക്ക് എന്താണ് പ്രയോജനപ്പെട്ടത്, എന്ത് നേടി, അല്ലെങ്കിൽ എന്ത് നമുക്ക് മനസ്സിലായി എന്നുള്ള ഒരു ചോദ്യമാണ് പറയുന്നത്. അപ്പോൾ അതിന് ആൻസർ കറക്റ്റായിട്ട് മൂപ്പർക്ക് കറക്റ്റാന്ന് തോന്നിയ ഒരു ആൾക്കാരുടെ അവർ പിന്നെ 8 പ്രൈസ് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ വൈകുന്നേരം ചായയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങി, ഗിഫ്റ്റ് വാങ്ങണതിൻ്റെ അടുക്കട്ടോ ചായയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഗിഫ്റ്റും വാങ്ങുകയാണ്. അപ്പോൾ ഇതൊരു ഭയങ്കര അനുഭൂതി, നമുക്ക് ചെറിയൊരു സാധനമാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഇട്ട് വെച്ചാൽ. അപ്പോൾ ചായൻ്റെ പരിപാടിയൊക്കെ ഇപ്പോഴും ഗിഫ്റ്റ് കേൾക്കലൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.